പരുത്തി അഥവാ കോട്ടൺ. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. അടുത്തത് ചണം അഥവാ ജൂട്ട്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാതീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. അടുത്തത് നീലം ചെടി. ഇതാണ് നീലം ചെടി. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടികളിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവയൊക്കെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തുകൊള്ളുക. കണ്ണൂർ കൈത്തറി കേന്ദ്രമുണ്ട്. അതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ.